ഇന്ത്യയുടെ പ്രതിരോധ മേഖലയും ഏറ്റവും കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്വയം ഡിസ്ട്രോയറുകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര പ്രതിരോധ ഉൽപാദനം എന്ന് പറയുന്നത് 1.27 ലക്ഷം കോടിയാണ്. അത്രയുമായിട്ട് ഉയരത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ 2014-15 കാലഘട്ടത്തിൽ എത്രയായിരുന്നു? അത് 46,429 കോടി രൂപയായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഏതാണ്ട് 174% വർധനയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ആ ഒരു രംഗത്ത് കുതിപ്പുണ്ടായിട്ടുള്ളത്. ഈ പറയുന്ന ഒരു കുതിപ്പ് എന്ന് പറയുന്നത് 2029 ആകുമ്പോഴേക്കും പ്രതിരോധ ഉൽപാദനം എന്ന് പറയുന്നത് ഏതാണ്ട് 3 ലക്ഷം കോടി രൂപയായിട്ടും കയറ്റുമതി 50,000 കോടി രൂപയായിട്ടും ഉയർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. ട്രെയിനുകൾ, മെട്രോ കോച്ചുകൾ, പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയൊക്കെ നമ്മൾ സ്വയം രൂപകൽപ്പന ചെയ്ത് സ്വയം നിർമ്മിക്കുകയും പരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. 1800 കോടി രൂപയുടെ ബ്രഹ്മ BEML റെയിൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് പദ്ധതിയുടെ ശിലാസ്ഥാപന ചടങ്ങ് ഈ ഒരു നമ്മുടെ ദേശീയ സ്വാശ്രയത്വത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി, വലിയൊരു നിർണായക ചുവടുവയ്പ് കൂടിയാണ്. അപ്പൊ പ്രതിരോധത്തിനപ്പുറം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം, ഭാരതത്തിന്റെ ഉൽപാദന ശേഷിയൊക്കെ വളരെയധികം വർദ്ധിപ്പിച്ച ഒരു നിർണായക വ്യവസായം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോണിക്സിന്റെ രംഗത്ത് കൂടി വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഭാരതത്തിൽ വിൽക്കുന്ന എല്ലാ മൊബൈൽ ഫോണുകളുടെയും 99.2% ഭാരതത്തിലാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ലോകത്തിലെ 2ാമത്തെ വലിയ മൊബൈൽ നിർമ്മാണ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.